നാം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. എന്നാണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ? കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ? എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞോ? പണിയൊക്കെ ചെയ്ത് മടിച്ചികളും മടിയന്മാരും ആയിട്ടിരിക്കാണ്ടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ തന്നെ രക്ഷപ്പെട്ടു കേട്ടോ. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു കാര്യവും നടക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ തന്നെ ചെയ്യണ്ടേ? പിന്നെ എന്തിനാ നമ്മൾ മാറ്റി വെക്കുന്നതേ? നമുക്കെല്ലാം പറ്റുന്ന ഒരു കുഴപ്പമല്ലേ? നമ്മൾ പിന്നെ ചെയ്യാം എന്നും പറഞ്ഞ് മാറ്റി വയ്ക്കും. എല്ലാത്തിൻ്റെയും എന്താ പറയണേ, ആ ഡെഡ് ലൈൻ, അതായത് ഇന്നിപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ ഇന്നേ നമ്മൾ ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേ കൊണ്ടേ അടയ്ക്കുള്ളൂ. ചിലർ ലൈൻമാൻ വീട്ടിലേക്ക് വരുമ്പോൾ പറയും ഓൺലൈനായിട്ട് അടച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ പറയും. പണ്ടാണെങ്കിൽ കൊണ്ടേ അടയ്ക്കണമായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ നമ്മളെല്ലാ കാര്യവും അങ്ങനെയാണ്. ആ കൃത്യസമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും. ഒരു കാര്യം നേരത്തെ ചെയ്ത് എന്നാൽ ആദ്യമേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സമയമുള്ളപ്പോൾ അങ്ങ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ പരിപാടി തീരും. പാത്രം കഴുക്കും അങ്ങനെ തന്നെയാണ് സ്ത്രീകളുടെ അല്ലേ. നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് പിന്നെ ചെയ്യാം, ഇച്ചിരി കഴിഞ്ഞ് ചെയ്യാം. മിറ്റമടി, സ്ത്രീകൾക്ക് മടിയുള്ള കാര്യങ്ങളാണ്. തുണി അലക്ക്, മിറ്റമടി, പാത്രം കഴുക്ക്, പെരയടി, ഇതൊക്കെ അല്ലേ. വീട് വൃത്തിയാക്കണതൊക്കെ ഭയങ്കര മടിയല്ലേ. ഇനിയിപ്പോൾ വിഷു വരിക, ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിൽ പണിയങ്ങ് തുടങ്ങും അല്ലേ. നമ്മളെപ്പോഴും ഓരോരോ മുറിയായിട്ട് ക്ലീൻ ചെയ്യാൻ പോയാൽ മതി കേട്ടോ. അല്ലാണ്ട് എല്ലാം കൂടെ വലിച്ചിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ മടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഈ ക്ലീനിങ് എന്ന് പറയണത് തന്നെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പം നമ്മൾ ഓരോ മുറിയായിട്ട് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ശകലിച്ച് കുറച്ച് ആദ്യമൊക്കെ അലമാരികളൊന്ന് അടുക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഫാനൊക്കെ ഒന്ന് തുറക്കുക. ഒരു ദിവസം കുറേ ദിവസം ഉണ്ടല്ലോ, 13 ദിവസം, എങ്ങനെ പോലെ ഒരു 10, 14, 15 ദിവസമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പതുക്കെ ചെയ്യാം. അതാണ് ഏറ്റവും നല്ല. അല്ലാണ്ട് ഒന്നിച്ച് പെറുക്കി എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മടുപ്പ് എന്ന് വെച്ചാൽ ഇതിപ്പരം മടുപ്പ് വേറൊന്നുമില്ല. ചില ദിവസം എല്ലാവർക്കും മടുപ്പായിരിക്കും കേട്ടോ. എല്ലാ സ്ത്രീകൾക്കാണേലും പുരുഷന്മാർക്ക് ഒരു മടി, ഇച്ചിരി നേരം കിടക്കാം എന്ന് വിചാരിക്കും. ആ കിടപ്പോട് കൂടിയുണ്ടല്ലോ പിന്നെ എണീറ്റ് പോരാനും മടി. എനിക്ക് ഇപ്പം ഞാനങ്ങനെ ഉച്ചയ്ക്കൊന്നും കിടക്കാറില്ല. പണ്ടൊക്കെ ഉച്ചയ്ക്ക് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണേ, ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി നേരം കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും പറ്റില്ല, നമുക്ക് ഏറ്റു നിൽക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരിക്കും. ആ സമയത്ത് ഒരു കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് വരുമ്പോഴത്തേന് എന്നെങ്കിലും എടുത്ത് കഴിക്കണം. അതായത് എന്നെങ്കിലും ഒരു ശർക്കരയാണെങ്കിലും മതി എടുത്തിട്ട് കഴിയാം. ഒന്നാമത് ഷുഗറാണ്, എന്നാലും ഒരു കുഞ്ഞു പീസ് ശർക്കര വായിലിട്ടാൽ മതി. എന്നെങ്കിലും തിന്നണം, തപ്പിക്കൊണ്ട് നടക്കും. അല്ലെങ്കിൽ ഞാൻ പെരിഞ്ചീരകം എടുത്തെങ്കിലും വായിലിടും. ഒരു സ്വഭാവം, ഇതൊക്കെ ഓരോ ദുശീലങ്ങളാണേ, ഓരോന്നിനും അഡിക്റ്റായി പോകുന്നതിൻ്റെ കാരണങ്ങളാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പകലുറക്കം അങ്ങ് നിർത്തി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ പകലുറങ്ങുമ്പോൾ ഷുഗർ ഉണ്ടാകും, അതുകൊണ്ട് പകലും കൂടെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ പകൽ കിടന്ന്. എങ്കിലും ഞാൻ ചില ദിവസം ഞാൻ ഉറങ്ങിപ്പോകും കേട്ടോ. നമുക്ക് ഒത്തിരി പണിയൊക്കെ ചെയ്തിരിക്കുന്ന ദിവസമാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി നേരം വിശ്രമിച്ചു എന്ന് ഓർത്തൊന്നും കുഴപ്പമൊന്നുമില്ല. നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് ഞാൻ 3:30, 4 മണിക്കൊക്കെ എണീക്കുമായിരുന്നു. മോന് സ്കൂൾ 7 മണിയാകുമ്പോൾ അവന് പോകണം. അപ്പോൾ പിന്നെ നമ്മൾ ആ സമയത്ത് എണീറ്റില്ലെങ്കിൽ നമ്മുടെ ഒരു പരിപാടിയും തീരില്ല. അപ്പോൾ എല്ലാ പണിയും തീർന്നു കഴിയുമ്പോൾ ഉച്ചയാകുമ്പോൾ ഒരു പണിയില്ല. ചില ദിവസം വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരിക്കും, അതും കൂടെ അങ്ങ് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയില്ലാണ്ടിരിക്കും. അപ്പോൾ പിന്നെ എന്നാണെങ്കിൽ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങും. ചിലപ്പം ഏതെങ്കിലും നല്ല വീഡിയോയോ അല്ലെങ്കിൽ ഒരു സിനിമയോ എന്തെങ്കിലുമൊക്കെ മൊബൈലിലാട്ടോ അധികം കാണണേ. അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് തൂങ്ങി അപ്പോൾ അവിടെ കിടക്കും. ആ കിടന്നുറങ്ങും. ചിലപ്പോൾ ഞാൻ മേശയിൽ കിടന്നുറങ്ങും. നമ്മൾ പണ്ട് സ്കൂളിൽ കിടന്നുറങ്ങൂലേ, അതുപോലെ നമ്മൾ ബെഞ്ചിലിരുന്നിട്ട് മേശയിലേക്ക് മിക്കവാറും ടീച്ചർമാർ പോലും കാണില്ല അവിടെ കിടന്നുറങ്ങണത്. അന്ന് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരു 10-50 പിള്ളേരൊക്കെ കാണില്ല. ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ ഇരുന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല. അത് തന്നെയല്ല ക്ലാസ്സിൽ ഇരിക്കണതും. ഇപ്പോൾ അത് പറഞ്ഞു വന്നപ്പോഴാണ് ക്ലാസ്സിൽ ഇരിക്കണതും വിചിത്ര. നമുക്ക് ഉറക്കം വന്നിട്ട് നമ്മൾ കണ്ണ് വലിച്ചു തുറന്നിരിക്കും ഇല്ലേ? ഓർക്കുന്നുണ്ടോ നിങ്ങളതൊക്കെ? ഞാനിങ്ങനെ പലപ്പോഴും നമ്മുടെ കൊച്ചു കാലങ്ങളിലൊക്കെ ഒന്ന് പോവുകയെ നമ്മളെന്നിട്ട് ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടി കണ്ണിങ്ങനെ വലിച്ച് തുറന്ന് വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു രക്ഷയില്ല, നമ്മളൊന്നും കാണണമില്ലായിരിക്കും, ഒന്നും കേൾക്കണമില്ലായിരിക്കും നമ്മുടെ ഉറക്കം കരാൻ. പിന്നെ ഞാൻ ഒരു സമയത്ത് പഠിച്ചു, നമ്മൾ നല്ല പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉറക്കം പോകുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ കയ്യിലും കാലയിലും ഒക്കെ പിച്ചും, കാരണം ഉറക്കം പോകാൻ വേണ്ടിയിട്ട്. അതൊന്നും രക്ഷയില്ല. അവസാനം കുറേ കഴിയുമ്പോൾ ഏതെങ്കിലും ടീച്ചർമാർക്ക് ദേഷ്യം വരുമ്പോൾ എനിക്ക് പോയി മുഖം കഴുകിയിട്ട് വരാൻ പറയും. അപ്പോൾ നമ്മൾ പോയി മുഖം കഴുകിയിട്ട് വന്നാൽ പോവും. വെള്ളം എടുത്ത് കുടിച്ചാലൊന്നും പോവില്ല. ചില സമയമല്ലേ ഭയങ്കര ഉറക്കം വരവായിരിക്കും. അങ്ങനെ ഒരു സമയം എല്ലാവരും തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായിരിക്കും. അതും നമ്മുടെ ഒരു മടിയുടെ ലക്ഷണമാണ്. പഠിക്കാൻ ശ്രദ്ധിക്കാനും കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന ഓരോ ഓപ്രായങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല, മടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്. ക്ലാസ്സിൽ ഇഷ്ടമില്ലാത്ത ടീച്ചർമാർ അത് അധികം അങ്ങനെയാട്ടോ. മാത്സ്,
ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് വിഷയങ്ങളൊക്കെ കാണില്ലേ, അത് പഠിപ്പിക്കാൻ വന്നവരുടെ ക്ലാസ്സിലാണ് ഈ ഉറങ്ങുന്ന മുഴുവൻ. അത് തന്നെയല്ലേ ടീച്ചർമാരോട് നമ്മൾ ചോദിക്കുകയില്ല. മിക്ക ടീച്ചർമാരും ചോദിക്കും മനസ്സിലായോ, എല്ലാവർക്കും മനസ്സിലായോ എന്ന് ചോദിക്കും. നമ്മളേതാണ്ട് എല്ലാം പാസ്സായിട്ടിരിക്കണം, ഇങ്ങനെ അനങ്ങാണ്ടിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിലുണ്ടോ എന്നോട് ചോദിച്ചാലോ, സംശയം ഒന്ന് ചോദിച്ചാലോ ടീച്ചറിനോട് എന്ന് നോക്കാം. പക്ഷെ നമ്മൾ ചോദിക്കില്ല, നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ടീച്ചർ എല്ലാവരും ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് ടീച്ചർ അങ്ങ് പോകും. പിന്നെ നമ്മുടെ മനസ്സിൽ തന്നെ ഇത് മനസ്സിലായൂല, ഒന്നുമില്ല. അപ്പം നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർക്കും അറിയത്തില്ല, എനിക്കൊന്നും മനസ്സിലായത് നിനക്ക് മനസ്സിലായില്ലോ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടായിരിക്കും. ഇല്ല, ഞാൻ പെൺകുട്ടികൾ മാത്രം പഠിച്ച സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പ്രീ ഡിഗ്രിക്കൊക്കെ ചെല്ലുമ്പോഴല്ലേ ആൺകുട്ടികൾ ഉള്ളത് ചെല്ലണേ. ഞാൻ ആദ്യം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു കോഴ്സിനാണ് ചെന്ന് ചേർന്നത്. അത് ആദ്യം തുടങ്ങിയ സമയമാണ്. അവിടെ എന്ന് വെച്ചാൽ എന്നും സമരം, സൂചനയാണേന്ന് പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നു സമരം. അധ്യാപകരില്ല, അഗ്രികൾച്ചർ എടുത്ത് അത് പഠിപ്പിക്കാൻ ആരുമില്ല, പഠിപ്പിക്കണം മനസ്സിലാവണമില്ല. ഈ മലയാളം മീഡിയത്തിൽ നിന്ന് ചെന്നിട്ട് ഇംഗ്ലീഷിലേക്ക് ആയി കഴിയുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഒരു കണയും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ സമരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 5-8 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറ്റിയും പറിച്ച് പ്രീ ഡിഗ്രിക്ക് പോകാം എന്നും പറഞ്ഞിട്ട് ഞാൻ കോപ്പറേറ്റീവ് കോളേജിൽ പഠിക്കാൻ പോയി. അപ്പം അന്ന് എന്നെ കൊമേഴ്സ് പഠിപ്പിച്ച സാറാണ് എൻ്റെ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യേണ്ടായിരുന്നു. ഇപ്പോഴാണ് പെൻഷനായിട്ടോ സാറ്. അപ്പം ആ സാറെന്നും പറയായിരുന്നു, ഇവളെ ഞാൻ എന്തോരം പഠിപ്പിച്ചാന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഞാനും പറയുമായിരുന്നു നല്ല സാറായിരുന്നു എന്നൊക്കെ ഞാനും തട്ടും. നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ലേലും നമ്മൾ തട്ടണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നൊക്കെ പറയണതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സാറ് നല്ല സാറായിരുന്നു കേട്ടോ, നമുക്ക് മനസ്സിലാവാത്ത സാറിൻ്റെ കുഴപ്പമില്ലല്ലോ. എങ്ങനെയാണേലും അതൊക്കെ കടന്നു പോയ ഓരോ കാലങ്ങളാണ് കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളൊരു സംഭവമാണ് അല്ലേ. അന്ന് ഇഷ്ടമല്ല, പോകുന്നതും ഇഷ്ടമല്ല, പഠിക്കാൻ പോണതും ഇഷ്ടമല്ല, ഒന്നുമല്ല. പക്ഷെ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഓർക്കുമ്പോൾ ഒരു രസമുള്ള സംഭവങ്ങൾ അതിനകത്തുള്ള. എനിക്ക് ഇപ്പോഴത്തെ ഈ എന്നാ പറയണേ കൂട്ടായ്മ, സൗഹൃദ കൂട്ടായ്മയോ അല്ലെങ്കിൽ എന്നാ പറയണേ മറ്റേ ഇപ്പോഴത്തെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിനെന്നെ മറന്നുപോയല്ലോ ഞാൻ. അപ്പടി മറവിയാട്ടോ. അതിലൊന്നും പങ്കെടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം. ഓർമ്മകളിങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇനിയിപ്പോൾ ആ ബന്ധങ്ങൾ പുതുക്കി കൊണ്ടുവരാനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആ ഓർമ്മകൾ, ആ നല്ല ഓർമ്മകളിൽ തന്നെ നിൽക്കുന്നതല്ലേ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെയുള്ള ഈ കൂട്ടായ്മകളിലൊക്കെ പോകില്ലേ, നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി പോകുന്നു, അതേപോലെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ പോകുമ്പം മോശമല്ല ഞാൻ പറയുന്നത്, പലർക്കും പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെല്ലുമ്പം ചിലർ നല്ല ഹൈ ലെവലിൽ ഒക്കെ ജോലിക്കാരൊക്കെ ആയിപ്പോയി കാണും, ചിലർ വലിയ ബിസിനസ്സുകാരൊക്കെ ആയിപ്പോയി കാണും, ചിലരൊന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് പോയ പിള്ളേരും കാണും. അപ്പം ആ ഒന്നും അല്ലായികയിലായിപ്പോയ പിള്ളേർക്ക് ഇവരുടെ കൂടെ കൂടാനൊക്കെ ഒരു ഭയങ്കര മതി, അതുകൊണ്ട് അവർ പോകാണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു ചില വിഷമസന്ധികളും ഇതിനിടയ്ക്ക് ഉണ്ട്. അപ്പം കുറച്ച് ദിവസം മുമ്പ് പ്രീ ഡിഗ്രിയുടെ ഒരു കൂട്ടായ്മയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോരുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചു, ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് വലിയ ഗമയായിപ്പോയി, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു, കുറേ കണകണാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എന്നാൽ എനിക്ക് സമയമില്ല, ഞാൻ വരുന്നുമില്ല എന്നൊക്കെ ഞാനിങ്ങനെ അവരോട് ഒഴിവായി പോന്നു. പിന്നീട് ഞാൻ ആ ഗ്രൂപ്പ് അന്ന് എനിക്ക് കുറേ പേരുടെ ഫോൺ നമ്പറൊക്കെ കിട്ടി, അവരെന്നെ വിളിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. പലർക്കും മടിയാണ് പോകാൻ, പലരും ഒരു സ്ഥലത്തും എത്തിയില്ല. എന്നാ മക്കളാണെങ്കിലും ഒരു സ്ഥലത്തൊന്നും എത്തിയില്ല, അല്ലെങ്കിൽ എന്നാ പറയണേ ജോലിയില്ല, സാമ്പത്തികം അങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയും. അതും ഇതിൻ്റെ ഭാഗങ്ങൾ തന്നെയല്ലേ. എല്ലായിടത്തും ഒന്നും എത്താൻ സാധിക്കില്ല, അത് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ചിലർ നല്ല നിലയിലെത്തും, ചിലർക്ക് ഓരോരോ സ്ഥലത്ത് എത്താൻ പറ്റും. ചിലരൊന്നും പഠിക്കാത്തവരെന്ത് നല്ല നിലയിലെത്തി പോകണം. ആ സമയത്ത് അന്നൊക്കെ ഫുള്ള് മേടിച്ചുകൊണ്ടിരിക്കണവർ ഒന്നും അല്ലാതെ ആയ അവസ്ഥകളും ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്, ഭയങ്കരമായിട്ട് എൻ്റെ കൂടെ പഠിക്കുമായിരുന്നു. 1 തൊട്ട് 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ പഠിച്ച പയ്യനാണ്. അവൻ നല്ല പഠിത്തം എന്ന് വെച്ചാൽ നല്ല പഠിത്തം, നല്ല മാർക്ക്. പക്ഷേ അവൻ ഒരിടത്തും എത്തിയിട്ടില്ലേ. ഇപ്പം ചുമ്മാ കടകളിലൊക്കെ പോയി നിൽക്കുന്നത്. അതേപോലെ എൻ്റെ ഹസ്ബൻഡ് പറയും, ഒരു പയ്യൻ സ്കൂൾ ലീഡറായിട്ടിരിക്കുകയും ഭയങ്കരമായിട്ട് പഠിക്കുകയും ഇപ്പം ഞങ്ങളുടെ അടുത്തൊരു മീൻകടയുണ്ട്, ആ മീൻകടയിൽ വിൽപ്പനക്കാരനായിട്ടിരിക്കുന്നു. അവനൊക്കെ വലിയ നിലയിലെത്തുമെന്ന് വിചാരിച്ചാന്നൊക്കെ ഇങ്ങനെ പറയാം. ആ സമയത്ത് അത്രയൊന്നും ആകാത്തവർ നല്ല നിലയിലെത്തി പോകുന്നില്ലേ. ഈ കാലത്തിൻ്റെ ഒരു കളികൾ ചില സമയത്ത് ഇങ്ങനെ ഓർക്കൂല്ലേ. പണ്ട് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്
എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പം ഞാൻ വഴിക്കൊക്കെ വെച്ച് എൻ്റെ കുഞ്ഞു ക്ലാസ്സുകളിൽ കുറേയൊക്കെ 1-ലോ 2-ലോ 5-ലും 7-ലും ഒക്കെ, പക്ഷേ എനിക്ക് വലിയ മാറ്റം വന്നില്ല എന്നാണ് അവർ പറയണത്. അവരെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുകയും കൂടെ ഇല്ല. അപ്പം ഒരു പയ്യൻ ഞങ്ങളുടെ വീട്ടിൽ മരം മുറിക്കാൻ വന്നു, ഈ തേക്കും തടി മുറിക്കാൻ വന്നു. അപ്പോൾ തേക്ക് മരം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അമ്പിളിയല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, ഒരു മാറ്റം വന്നില്ല കേട്ടോ, അതുപോലെ തന്നെ ഇരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അമ്പിളിയല്ലേ എന്ന് ചോദിച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു പേരെന്നാന്ന് ചോദിച്ചപ്പം ആ പയ്യൻ്റെ പേര് പറഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോ കണ്ടാൽ ഞാൻ പറയണത് ശരിയല്ലല്ലോ. അപ്പം പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ എന്നോട് പറയാം, നമ്മുടെ കൂടെ പഠിച്ചത് എല്ലാം മീൻ കച്ചവടക്കാരും തടിക്കച്ചവടക്കാരും പിന്നെ അതേപോലെ കൂലിപ്പണിക്ക് പോണതും ഒക്കെ ഉള്ളൂ, അമ്പിളി ആരും രക്ഷപ്പെട്ടവരില്ല. ഒന്ന് ഓർത്തു അത് നമ്മുടെയൊക്കെ ഒരു വിധി അല്ലേ, അതിനൊക്കെ ഒരു നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇത് വേണം, ഒരു വര വേണം, എന്നാലേ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുള്ളൂ. അല്ലാണ്ട് എല്ലാവരും ഒന്നും ഓടിപ്പിടിച്ച ഒരു സ്ഥലത്തും എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. പലരുടെയും എൻ്റെ നാത്തൂൻ എന്ന് പറയുന്നത് അധ്യാപികയാണ്, നല്ല ജോലി മേടിക്കണം, ജോലിക്കാരിയാകണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വീട്ടുപണി എടുത്തുകൊണ്ട് നടക്കണം. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അക്കാന്ന് വിളിക്കണ ഒരു നാത്തൂനുണ്ടെന്ന്, ജോലിക്കാരിയാകണം എന്നൊക്കെ ആഗ്രഹിച്ച വ്യക്തിയാന്ന് പറഞ്ഞേക്കാം. അപ്പം അതൊന്നും അല്ലാതെ ഒന്നും ഇല്ലാത്തവർ എത്രയോ നല്ല നിലയിൽ എത്തിക്കൊണ്ടല്ലേ, ഏതെല്ലാം നിലകളിൽ. അതാണ് ഓരോരുത്തരുടെ തലയിലെഴുത്ത പോലെ ഇരിക്കും. പിന്നെ നല്ല ഭർത്താവിനെ കിട്ടുക, നല്ല കൂട്ടുള്ള ഭർത്താവിനെ കിട്ടുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. നമ്മൾ ഇപ്പോൾ ചിന്തിച്ച് നോക്കി, ഇന്നത്തെ കാലത്തൊക്കെ ഒരു 50% വിവാഹ ജീവിതവും എന്നാന്ന് പറയണത് ദുഃഖങ്ങൾ നിറഞ്ഞതായിരിക്കും ഇല്ലേ. 50% തട്ടിയും മുട്ടിയൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സന്തോഷത്തോടെ പോകുന്ന എത്ര വിവാഹങ്ങൾ 10% പോലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം പലതും ഒരു കൂട്ടായിട്ടിരിക്കാൻ വേണ്ടി പോലും ശ്രമിക്കാറുമില്ല ആരും ഇല്ലേ. നമ്മൾ കൂട്ടുകാരോടാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, സംസാരിക്കുന്നു, ആ രീതിയിൽ എന്തുകൊണ്ട് കുടുംബജീവിതം കൊണ്ടുപോയി പോരാന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. അപ്പം നമ്മുടെ ഏത് കൂട്ടും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്കൂൾ ജീവിതത്തിലാണെങ്കിലും കോളേജ് ജീവിതത്തിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലുള്ളതാണെങ്കിലും കൂട്ടുകൾക്ക് ഇങ്ങനെയൊരു പ്രത്യേകതയുണ്ട് അല്ലേ. നല്ലൊരു കൂട്ടായിട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് അതങ്ങ് പോകുമ്പോൾ ചില കൂട്ടങ്ങ് കൂടിക്കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും, പക്ഷേ അതങ്ങനെ ആ ഒരു ഇതിലേക്ക് വന്ന് ചാടില്ല. നമ്മൾ പറയുമ്പോൾ ഒരു കുളത്താണ്, ആ കുളത്തിലേക്ക് വന്ന് ചാടിയാൽ മാത്രമേ അത് ലോക്കാവുള്ളൂ. അത് ലോക്കാവില്ല പലപ്പോഴും. ഒരു കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പലർക്കും കിട്ടാറില്ല കേട്ടോ, ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ളവർ. പിന്നെ ഭർത്താക്കന്മാരാണേലും മക്കളാണേലും ഒക്കെ സ്നേഹമുള്ള അപൂർവം പേർക്ക് മാത്രമേ കിട്ടുന്നത്. അതൊരു ഭാഗ്യം കേട്ടോ. കുടുംബാംഗങ്ങളാണേലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിൽ ഒരു 5 പേരുണ്ടെങ്കിൽ 5 സ്വഭാവക്കാരായിരിക്കും നമ്മുടെ സഹോദരങ്ങളെല്ലാം. എന്നിട്ട് നാട്ടിൽ മുഴുവനുള്ളവരുടെ സ്വഭാവവും നമ്മൾ നടന്നിട്ട് വല്ല കാര്യമാണ്. നമ്മുടെ വീട്ടിലുള്ളവരെ നമുക്ക് മനസ്സിലാവണില്ല ഇല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ പുറത്തുള്ളവരാണ് നമ്മുടെ ഭർത്താക്കന്മാരായിട്ട് വേണ്ടതും ഇല്ലേ. അപ്പം അവരുടെ സ്വഭാവം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാൻ എപ്പോഴും ആലോചിക്കുന്ന, നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ പല സ്വഭാവക്കാരല്ലേ. ചിലർക്ക് ദേഷ്യം കൂടുതലായിരിക്കും, ചിലർക്ക് ഒരു സ്നേഹമില്ലാത്തവരായിരിക്കും, ചിലർ ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും, ചിലർ ഭയങ്കര കെയറിങ് ഉള്ളവരായിരിക്കും. ഏതെല്ലാം വിധത്തിൽ നമ്മുടെ വീട്ടിൽ കൂടെ വരും. പക്ഷേ എന്താണെന്നാ പറയണേ, അവരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്വഭാവങ്ങൾ ഉള്ളവരുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുള്ള മറ്റുള്ള ആളുകൾ നമ്മളെ സ്നേഹിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ലാതെ അതിനൊരു കഥയില്ല. നമ്മളെ തന്നെ സൂക്ഷിക്കുക, അത്രയൊക്കെ വരും. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഈ വീഡിയോകളൊക്കെ ഇടുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാനിങ്ങനെ ആലോചിക്കും. കുട്ടിക്കാലത്ത് സ്വന്തം കളി അല്ലെങ്കിൽ സഹോദരങ്ങളുള്ളതുകൊണ്ട് അവരുടെ കൂടെ കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ നാട്ടിൻപുറത്ത് കുറേ പിള്ളേരുടെ കുട്ടിയും കോലും കളിയും അങ്ങനെയൊക്കെ. അപ്പം അവരുടെയൊക്കെ രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അവരുടെ രീതികളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു സമയം കഴിയുമ്പോൾ അവരെ കെട്ടിച്ചു വിട്ടു, അവരെ കല്യാണം കഴിഞ്ഞ് അവർ വേറെ വല്ല സ്ഥലത്തേക്കും പോയി കഴിയുമ്പോൾ അവരെ നമ്മളങ്ങ് സ്വാഭാവികമായിട്ടും മറന്നു പോകുമല്ലേ. ഞാൻ പലപ്പോഴും ഓർക്കും, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, തുളസി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളൊന്നിച്ചായിരുന്നു ബസ് കയറി ഒക്കെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ബസ്സൊക്കെ വല്ലപ്പോഴും അപൂർവം ബസ്സുകളേ ഉള്ളൂ. പക്ഷേ തുളസീനെ കെട്ടിച്ച് തുളസി വിളിക്കാറ് പോലും. ഇടയ്ക്ക് ഒരു കാലത്ത് കണ്ടു, ഇടയ്ക്ക് അങ്ങനെ വല്ലപ്പോഴും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടു, അത്ര ബന്ധം മാത്രം. അങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കുന്നു. ആ ബന്ധം കാണുമ്പം ഭയങ്കര സ്നേഹം, അതേ ഉള്ളൂ എല്ലാ ബന്ധങ്ങളിലും.
പക്ഷെ ഭാര്യാഭർത്തൃബന്ധം അങ്ങനെ ഒരു കൂട്ടിലോട് കൂടി പോകുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ഞാനിപ്പോഴാണ് സുഹൃത്തുക്കളോട് സംസാരിക്കും പോലെ സംസാരിക്കുകയും ആ രീതിയിൽ തോളെ കയ്യിലിടണേ കൈയിട്ടു, കയ്യെ പിടിക്കണേ കയ്യെ പിടിച്ചു, വഴിയെ പറഞ്ഞുകൊണ്ട് പോകുന്നേ പോയി, കടകളിൽ കയറി ഇങ്ങനെ ചുറ്റി അടിച്ച് നടക്കുവാണെങ്കിൽ എന്ത് രസമുള്ള കുടുംബജീവിതം എന്ന് പറയാം അല്ലേ. ഒരു കൂട്ട്, നല്ലൊരു കൂട്ട് എന്ന് പറയുന്നത്. ഇന്നത്തെ കൂട്ടൊക്കെ കണക്കാം. ഇന്നിപ്പം പലരും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അതിനകത്ത് സ്വാർത്ഥതയുണ്ട് അല്ലേ. ഭാര്യ ഉയർന്നു പോയ ജോലിക്കാരിയാകുമ്പോഴത്തേനും ഭർത്താവിന് സ്വാർത്ഥത വരുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഉയരുമ്പോഴത്തേനും ഭാര്യയ്ക്ക് കുശുമ്പ് വരുന്നു, ഭർത്താവ് ആരോടെങ്കിലും മിണ്ടിയെ ഇഷ്ടപ്പെടാണ്ട് വരുന്നു, അല്ലെങ്കിൽ ഭാര്യ മിണ്ടുമ്പോഴത്തേനും ഇഷ്ടപ്പെടാണ്ട്, ഇങ്ങനെ മൊത്തം സംശയങ്ങളും എന്തോ ഈ എൻഡോസൾഫാൻ പോലെ എന്തൊക്കെയോ ബാധിച്ചേക്കും മനുഷ്യനെ. ശരിക്കും ഞാൻ ഓർക്കും ഈ വിഷമെല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ടാണോ മനുഷ്യനും ഇങ്ങനത്തെ ഒരു തരം സ്വഭാവം എന്ന് അല്ലേ. മനുഷ്യൻ്റെ സ്വഭാവം എന്ത് ഭയങ്കര. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആലോചിച്ചൊരു കാര്യമാണ് ഈ ക്യാൻസർ ഇല്ലേ. എനിക്ക് രണ്ട് കൂട്ടരുടെ കാര്യങ്ങൾ അറിയാം കേട്ടോ. ഒരാൾ ഭക്ഷണത്തിൽ യാതൊരു ശ്രദ്ധയില്ല, എല്ലാം കഴിക്കും, എന്ത് പച്ചക്കറിയാണേലും ചുമ്മാ ഒന്ന് കഴുകിയിട്ട് കഴിക്കുന്നു, അങ്ങനെ ഒരു ശ്രദ്ധയുമില്ലാതെ കഴിക്കുന്ന ഒരു കൂട്ടർ. ഒരു വ്യക്തി എന്ന് പറയണത് വീട്ടിലുണ്ടാക്കിയ സാധനം മാത്രമേ കഴിക്കുള്ളൂ, പച്ചക്കറികൾ വിഷമില്ലാത്തതേ കഴിക്കുകയുള്ളൂ, മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്ന് വേണ്ട എല്ലാം കഴുകി ഉണങ്ങി പെറുക്കി വൃത്തിക്ക്. ആ പുള്ളിക്ക് ക്യാൻസർ പിടിച്ചു. ആ പുള്ളിക്ക് ഒരു പെണ്ണാണ്, ആ പുള്ളിക്കാരിക്ക് ക്യാൻസറായിരുന്നു. മറ്റേ പുള്ളിയെന്ന് വെച്ചാൽ ഒരു നോട്ടം ഇല്ലാണ്ട് ഇന്നിപ്പോൾ 65-70 വയസ്സായി, ഒരു നോട്ടമില്ല, അന്നുമില്ല ഇന്നുമില്ല എപ്പോഴുമില്ല, ഒരിക്കലും നോട്ടമില്ല, എല്ലാ ദുശീലങ്ങളും ഉണ്ട് താനും. ആ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഈ നമുക്ക് പറയാൻ വേണമെങ്കിൽ ശരീരപ്രകൃതിയുടെ ആയിരിക്കാം എന്ന് പറയാം. ഒരാരോഗ്യ പ്രശ്നവുമില്ല. ഈ ഭയങ്കര നോട്ടവും നോക്കി ഇങ്ങനെ എന്നാ പറയണേ, ഫാസ്റ്റിങ്, അതായത് ഭക്ഷണം കഴിക്കാണ്ട് മാസത്തിലോ ഒരു ദിവസം അങ്ങനെ ഇരിക്കുന്നു. എനിക്കറിയാൻ പറ്റില്ല, വയറിന് കേടുള്ള ഒരു സാധനം കഴിക്കാൻ. ഇതിനൊന്നും ഒരു കഥയില്ലാന്ന് ചിലപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും. ഇത് നമ്മൾ കഴിക്കുന്ന പ്രായത്തിൽ കഴിക്കാൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനതാ ഓർത്തത്. ഇപ്പം മമ്മൂട്ടിയെക്കുറിച്ചൊക്കെ ആണെങ്കിലും പറയാം, മമ്മൂട്ടിയൊക്കെ ഫുഡിലൊക്കെ എന്ത് കൺട്രോൾ ചെയ്യുന്ന മനുഷ്യനല്ലേ. അതൊന്ന് നേരായിരിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ്. പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചുമ്മാ നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വന്നിരുന്ന് പറയാൻ, സമയമുള്ളപ്പോൾ വന്നിരിക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.